നിങ്ങൾക്ക് സ്ട്രീം ചെയ്ത്, അതായത് സ്വന്തം കഴിവില് സ്വന്തം ഹാർഡ് വർക്കില് കയറി വരാം. മനസ്സിലായോ? അല്ലാതെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതില്. അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു അവരുടെ. അതാണ് പറയാനുള്ളത്. പിന്നെ പോയതില് കാര്യം എന്തില്ല, ഇവിടെ കളിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടം. എവിടെ കളിക്കണോ എന്നുള്ളത്. ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലെയറിന്റെ ആവശ്യമില്ല. നമ്മളപ്പം തന്നെ അത് റിമൂവ് ചെയ്യുകയും ചെയ്തല്ലോ. ചാറ്റ് ക്ലിയർ ചെയ്യണ്ട. അത് ആരെ ചാറ്റ് ക്ലിയർ ചെയ്യണം? ചാറ്റ് ക്ലിയർ ചെയ്യണ്ട. ചാറ്റ് ക്ലിയർ ചെയ്യണ്ട. അപ്പൊ ഇതാണ് മെയിൻ ആദ്യത്തെ കുറച്ച് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. സോ നിങ്ങള് കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു ദാമു പി എടുക്കുന്നില്ല, ഇതാക്കുന്നില്ല, ഒന്നൊന്നും പറഞ്ഞ് ഭയങ്കര മാസടിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ ഇനിയാണ് സ്റ്റോറി. ഇനി എന്താണെന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം. ദാമു പിയെ ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്ത് ഈ പറയുന്ന എന്തോ RCCയോ എന്തിനകത്താണ് RZ1 അതിനകത്ത് RZ7 അത് കളിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്ത്. ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അവന് കളിക്കാൻ ഇവിടെ വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് കയറാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവരും കൂടെ വരാം എന്നുള്ള രീതിയിൽ ഇതാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ കൂട്ടത്തിൽ KVക്കകത്ത് കയറിയ ആൾക്കാരെയും ഇറക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും അവന് അസൻസിയോയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവന്മാരുടെ കൂടെ ഒരുമിച്ച് കളിക്കാനാണ്. സോ അസൻസിയോ ഇറങ്ങി. ഇതാണ് സ്റ്റോറി. ഇതാണ് റിക്രൂട്ട്മെന്റ്സ്. മനസ്സിലായോ? ഇതാണ് റിക്രൂട്ട്മെന്റ്സ്. ഇതാണ് അവരുടെ പ്ലാൻ. ഇതിന്റെ കൂട്ടത്തിൽ പിന്നീട് ഒരാളോട് ജോയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. ആൻഡ് ഈ ഒരു റിക്രൂട്ട്മെന്റ് സെനാറിയോയിലേക്ക് ഇതിനകത്തോട്ട് വിളിച്ചിട്ട് പ്ലേയേഴ്സ്, എടാ നീ വന്ന 1,30,000 രൂപ തരാം, കിക്കിന്റെ എഗ്രിമെന്റ് സെറ്റാക്കി തരാം, നിനക്ക് PC വേണേ PC സെറ്റപ്പ് ചെയ്ത് തരാം, ഇതെല്ലാം ചെയ്യാതെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് TVയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർക്ക് വരെ ഇൻവിറ്റേഷൻ വന്നു. മനസ്സിലായോ? TVയിൽ നിന്ന് ഇറങ്ങി ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലായത്. ഗ്യാങ് ഇല്ല ഇവിടെ ഗ്യാങ് ഇല്ല. മനസ്സിലായി? ഇവിടെ ഗ്യാങ് ഇല്ല. അത് അങ്ങനെ ഒരു ചെറിയ പറ്റിപ്പോയി. ഓക്കെ, അതായത് ശരിയാവും. പറഞ്ഞു വരുന്നത് അതിനെ പറ്റിയാണല്ല ഞാൻ. എന്നിട്ട് ഇതുപോലെ എല്ലാവരെയും വിളിച്ച് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതായിരുന്നു സെനാറിയോ. ബ്രോ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഈ അസൻസിയോ പോയതിൽ ഞാൻ നെഞ്ചു പൊട്ടി വേദന എടുത്ത് TVയിൽ നിന്ന് ഒരാൾ പോയല്ലോ, ഈഗോ, മറ്റേ മണി പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ്. എടാ, നീയൊക്കെ പർച്ചേസ് ചെയ്തവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു കണ്ടോ? അപ്പുറത്തിരുന്ന് നിന്നെയൊക്കെ തന്നെ ഇളക്കി വിളിക്കണം. വേറെ അതിനൊക്കെ ഏറ്റവും വലിയ കോമഡി ഞാൻ പറയാൻ കഴിച്ചു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അമ്പി എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതൊരു ആളാ. അതൊരു അമ്പി ഈക്വൽ ടു ഒരാളാ. അത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? മറ്റേ PK മാരി അവൻ ഒരു പാവം. അവനടുത്ത് ഒന്ന് പാവൻ ചെറുക്കൻ, കുഞ്ഞിന്റെ മനസ്സ്. ഇങ്ങനെ പറഞ്ഞ ഒരാള് ഞാൻ നോക്കിയപ്പോ ഇന്നലെ പറയുവാണേ അവനാണ് ഈകളുടെ പെണ്ണേഴ്സ് തപ്പിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. ഞാൻ പറഞ്ഞ അതേപോലെ അവ അനുസരിച്ച്. ഞാൻ കേട്ടിട്ട് കിളി പോയിട്ട് എന്റെ കേട്ടിട്ട് കിളി പോയി. ഞാൻ വേറെ ആരോടെ പറയാൻ കഴിച്ചു. ഞാൻ സത്യം പറഞ്ഞ ഇവരിങ്ങനെ ഇരുന്ന് ഇപ്പൊ അടി ഉണ്ടാവുന്ന കാണുമ്പോ എനിക്ക് ചിരി വരുന്നു. ഈ റൂമിൽ വെച്ച് ഇവിടെ വെച്ചിട്ട് എന്നെ ഒരാൾ പരിചയപ്പെടുത്തി തരുവാട്ടോ. ബ്രോ, ഇവനെ എന്റെ കൂടെ ഈ ചങ്കിനകത്തുണ്ടായിരുന്നു ഇത്രയും നാള്. ഇവനെ എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാ നിങ്ങൾ ഇവനെ പറയുമ്പോ എനിക്ക് ദേഷ്യം വരുന്നത്. അതുകൊണ്ടാ എനിക്ക് ഇവനെ നിങ്ങൾ പറയുമ്പോ ദേഷ്യം വരുന്നത്. എനിക്ക് അത്രയ്ക്ക് നോവ് ഇവിടെ എന്ന് പറഞ്ഞ ആള് ഞാൻ നോക്കിയപ്പോ പുള്ളി ഇരുന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണെന്ന്. ഇവര് രണ്ടുപേരും രണ്ട് ചേരിയായി. മനസ്സിലായോ? എടാ, എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയും. ഓഫ്ലൈൻ സംസാരിക്കുന്ന കാര്യമേ അല്ല നിങ്ങളുടെ ഈ സ്ക്രീനിൽ വന്നിരുന്ന് ഇവർ പ്രസന്റ് ചെയ്യുന്ന ഒരു മുഖം എന്ന് പറയണത്. മനസ്സിലായോ? എല്ലാ കാര്യവും ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യും ചിരിച്ചുകൊണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നിരുന്ന് ക്യാമറ നോക്കി, എടാ ഞാനന്ന് അവളെ മറ്റേ നേരമോളെ വിളിച്ചായിരുന്നു. അതിപ്പോ അവക്ക് പ്രശ്നമില്ല, വേറെ ആർക്ക് പ്രശ്നം. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ ഇത് കണ്ടിട്ട് അടുത്ത ദിവസം കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ സിറ്റിയിലെ ഏതോ ഒരു സിറ്റിസൻസിനെ, ഹീസ് എ ജെന്റിൽമാൻ, സിറ്റിയിലെ ഏതോ ഒരു സിറ്റിസനെ പെങ്കൊച്ചിനെ, എടാ പെങ്കൊച്ചിന്റെ അടുത്തൊന്നും പറയല്ലേടാ. ഓഫ്ലൈനിൽ ഇരുന്ന് എന്തും പറയാം, ഓഫ്ലൈനിൽ ഇരുന്ന് എന്ത് അപരാധവും പറയാം. എന്ന് വെച്ചാൽ എന്ത് പോകൃത്തരം തമ്മി. എന്നിട്ട് നാട്ടുകാരുടെ പെണ്ണ് കേസ്, കഞ്ചാവ് കേസ് എല്ലാം തപ്പി പിടിക്കണം. ഒരു ഗെയിമിൽ അങ്ങ് തീർത്താ പോരെ. എന്തിനാണ് ഇത്രയും ഇതിലോട്ട് പോണേ? എന്നിട്ട് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോ
ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ എന്നോട് സംസാരിച്ചിട്ട് ബ്രോ എന്നെ ഒന്ന് വിളിക്കൂ എന്നൊന്ന് വിളിച്ചൊന്ന് കാര്യം പോലും പറയാതെ അലക്സിന്റെ കേസിലൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇതാക്കിയെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ഇവര് പറയാണെന്ന് വെച്ചാൽ എന്തോ ഏതു ഇവിടെ മറ്റേ അവിടക്ക് കിട്ടാത്തോണ്ട് അലക്സിനെ ഇവിടെ തള്ളിക്കയറ്റി തന്നതാണെന്ന്. ബ്രോ എന്താ നിങ്ങൾ പറയണേ? ഇന്ന് ടി വിക്കകത്ത് കളിക്കുന്നതിലും മോസ്റ്റ് ഓഫ് ദ മാസിലെ പ്ലേയേഴ്സിനെ എല്ലാം സജസ്റ്റ് ചെയ്തത് സേതു തന്നെയാണ്. സജസ്റ്റ് ചെയ്തത്. സേതു ഞാനും തമ്മിൽ നിന്നേക്കാളൊക്കെ വലിയ വിളി വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ അവനെ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ ഇതൊക്കെ അറിയാം. അവൻ ഗെയിമിന്റെ പേരിൽ എല്ലാ അപരാധവും പറയും സേതു. എനിക്കറിയാം സേതുവിനെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഗെയിമിന്റെ പേരിൽ ഓഫ്ലൈനിലായാലും അവൻ അപരാധം പറയും. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇതില്ല. ഇന്ന് മാസിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടാ ടി വി എന്ന് ഞാൻ പറയട്ടെ. വില്ലുമോന്, ഇറ്റാച്ചി, സ്നൈപ്പ്, പിന്നെ വേറെ ആരൊക്കെയാടാ, കിണ്ടി, ഇവരെയൊക്കെ പിന്നെയും കിണ്ടിയൊക്കെ പിന്നെയും ഞാൻ SMG സമയത്ത് എടുക്കുന്നത്. ഇവരെ എല്ലാം എല്ലാ സമയത്തും സേതു തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. OG മെമ്പേഴ്സ് ആയിട്ട് OG വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം ഞാനും സേതു ഒക്കെ വിളിച്ച വിളിയുടെ 1/3 ഇപ്പൊ വിളിയായിട്ടില്ല. ആഷ്, അലക്സ്, അല്ല കുറെ പേരുണ്ട്, പ്രൊഫസർ, ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാം അങ്ങനെ കുറെ പേര് മാസ് പ്രൊഡക്ട്സാ. അതിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, മനസ്സിലായ? പിന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞായിരുന്നു ഒരു പയ്യന് നമ്മൾ ഇവിടുന്ന് ഒരു പെർമനന്റ് ബാൻ കൊടുത്തായിരുന്നല്ലോ. ആ പയ്യനൊക്കെ ഇപ്പൊ കുണ്ണിയായിപ്പോ വീണ്ടും പ്രശ്നക്കാരനായി അവൻ. ഞാൻ അതേ പറഞ്ഞു അവൻ കള്ളനാണെന്ന്. ഇപ്പൊ അങ്ങനെയായി അതൊക്കെ. നിങ്ങൾ ഈ ഓൺലൈൻ ഞാൻ നിങ്ങളടുത്ത് പറയണ കാര്യം ഇതാണ്, മനസ്സിലായ? ഈ ഓൺലൈനിൽ വന്ന് ഇവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന കാര്യം പിടിച്ചുകൊണ്ട് അടി ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടന്മാര്. ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട്, എനിക്കിതിൽ ഞാൻ എല്ലാവട്ടം പറയണ കാര്യമാണ് നിങ്ങളോട്, ഇതിനു വേണ്ടി തമ്മിത്തല്ലാൻ പോലെ എന്ന്. ഇവന്മാർ ഈ ഓൺലൈനിൽ ഇവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി മാത്രം വന്ന് പറയണ സാധനമാണ്. ഇത്രയും നാള് എടാ ഒരു ആഴ്ചയല്ല അവള്, ഇത്രയും നാൾ ഒരുമിച്ച് നിന്നവന്മാർ ഇപ്പൊ തമ്മിലടിയായി, ഇപ്പൊ അടിയായി, ഇതായി BPs ആയി. സമ്മതിക്കുക. എടാ നിന്നെയൊക്കെ ഇങ്ങനെ വളർത്തിയേക്കോ, മനസ്സിലായോ? നിന്നെയൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വളർത്തിയേക്കോ, ഇങ്ങനെ പറയണം. ഞാൻ വേറൊരു കാര്യം അല്ല അത് കാണിച്ചു തരാം. ഇങ്ങനെ ആയിപ്പോയി നീയൊക്കെ കണ്ട് മുരടിച്ചു പോയതാ. ഞാൻ അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ച്, മനസ്സിലായി? അതായത് നിന്റെയൊക്കെ ഏതെങ്കിലും ഒരു ഗ്യാങ് TV പോലെ ഒരു 5-6 വർഷം കഴിയുന്ന സമയത്ത് TV 11th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് നിനക്കൊക്കെ റിപ്ലൈ തരാം. അന്ന് നീയൊക്കെ ഞങ്ങളുടെ ലെവലിൽ വരുവാണെങ്കിൽ, മനസ്സിലായ? ഇനി ഇതിന്റെ അപ്പുറത്തോട് നിനക്കൊന്നും ഒരു റിപ്ലൈ ഇല്ല. നീയൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ എന്ന് തല്ലുകൊണ്ട കണ്ടികളാ. ഞങ്ങൾക്ക് താഴെ കിടക്കുന്ന ഞങ്ങളെ അടിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് മൊത്തം പൈസ ഓഫർ ചെയ്ത് പിള്ളേരെ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന ഒരു തീട്ടമാണ്, ഒരു തീട്ടം ഗ്യാങ് ആണ് നിങ്ങൾ. അത് മനസ്സിലാക്കണം, മനസ്സിലായ? കമ്മ്യൂണിറ്റി നന്നാക്കാൻ നീയൊക്കെ വന്നിട്ട് നീയൊക്കെ കമ്മ്യൂണിറ്റിയിൽ എന്താടാ ചെയ്തു കൂട്ടണേ? കമ്മ്യൂണിറ്റിയിൽ ഇരുന്നവരെ പറ്റി, ഓഫ്ലൈൻ പെണ്ണുങ്ങളെ പറ്റി തന്തലാഴി പറയാ, മറ്റേ പോക്സോ, കഞ്ചാവ്, ഇതെല്ലാം വന്ന നീയൊക്കെയാണോ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവന്മാര്? ആണോ? നീയൊക്കെയാണോ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവന്മാര്? നിന്റെയൊക്കെ വലിയ വർത്താനം. നീയൊക്കെ അന്ന് ഭയങ്കര ഭീഷണി മുഴക്കായിരുന്നല്ലോ. നിന്റെ മറ്റേ പ്രതിമയിലുള്ള അണ്ണം വന്നു കഴിഞ്ഞാൽ എന്റെ കരിയർ എന്തായി പോകുന്നു. നിന്റെ പ്രതിമയിലുള്ള അണ്ണ ഒളിവിലായിട്ടോ. അവന്റെയൊക്കെ ഓരോ ഭയങ്കര ഭീഷണിയായിരുന്നു. എന്റെ ഇൻബോക്സിൽ ഭയങ്കര ഭീഷണിയായിരുന്നു. പുള്ളി വന്ന് എന്നെ എന്തോ ചെയ്തു കളയും, എന്തോ ഇതാക്കി കളയാന്നൊക്കെ. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതൊക്കെ എനിക്ക് അത്രയ്ക്ക് തരം താന്ന് ജീവിക്കേണ്ട ആ ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അതൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒരു താല്പര്യമില്ല, മനസ്സിലായ? ഇത്രയ്ക്ക് തരം താഴേണ്ട ഒരു ഗ്യാങ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയാണ് ഗൈസ്, എനിക്കുണ്ടല്ലോ ഒന്നും മിണ്ടാതെ നേരെ വന്ന് 30 ദിവസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. 30 ദിവസം, 1 മാസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. ഒരു വർഷത്തിൽ ഞാൻ കോടീശ്വരനാ. എനിക്ക് അതേ പറയുള്ളൂ. ഞാൻ എത്ര ദിവസം സ്ട്രീം ഇടും? ഒരു മാസത്തിൽ ഞാൻ എത്ര ദിവസം സ്ട്രീം ഇടും? ഞാൻ കൂടിപ്പോയ ഒരു 7, 8, 5, 6 സ്ട്രീം മാക്സിമം കൂടിപ്പോയി ഇടും. എനിക്ക് പൈസ ഉണ്ടാക്കാനും മറ്റേതുണ്ടാക്കാനും ഇമാതിരി തെണ്ടിത്തരങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മര്യാദയ്ക്ക് പോയാൽ മതി. അപ്പൊ എനിക്ക് അത് ആ പറയണത് പോലെ അതിന്റെ മുകളിലോട്ട് ഈ കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാര്യം എനിക്കില്ല. അതാദ്യം മനസ്സിലാക്കണം ബ്രോ. നമ്മൾ ഈ ഗ്യാങ് ബിൽഡ് ചെയ്തതിന് ഒരു ബേസ് ഉണ്ട്. ആ ബേസ് എന്താന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കരുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ സഹായവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ക്യാമറ ഓൺ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിരുന്ന് കാണിച്ച ഫ്രണ്ട്ഷിപ്പ് അല്ലത്. അപ്പൊ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് പല ആൾക്കാരുടെയും പല രീതിയിലും ഉണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഞാനത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അതങ്ങ് ഉടഞ്ഞു വീഴും. അത് ചില ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയണത് പോലെ മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടത് പറയിക്കരുത്.
അത് പക്ഷെ ഉടനെ പറയേണ്ട ഗതികേട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, നീയൊക്കെ ഇനി വെളിയിൽ നിന്ന് പറയുമായിരിക്കും സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ടടാ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് KV കളിക്കാൻ വേണ്ടി അപ്പാപ്പൻ ഉണ്ടാക്കിയ സെർവറാടാ. എന്താ പ്രശ്നം നിനക്കൊക്കെ? നിനക്കൊക്കെ അത്രയ്ക്ക് ഗതിയോടെ വേറെ വല്ല സെർവറിൽ പോയി കളിക്കടാ. പോയി കളിക്കും. നിന്നെ ഒന്നും കേട്ടുന്നില്ല. എന്ത് ചെയ്യും നീയൊക്കെ? നിനക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഇരുന്ന് ലൈവിലിരുന്ന് എവിടെയെങ്കിലും പോകാനേ ഉള്ളൂ. പോയി 10 ദിവസം കഴിയുമ്പോൾ തീരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിന്റെ അടുത്തൊക്കെ. നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന എല്ലാ അവന്മാരുടെയും പേരിന് മുമ്പുണ്ടായിരുന്ന അക്ഷരങ്ങൾ മാറി വന്നിട്ടുണ്ട്. അത് മാറാത്ത ഒരുത്തനാ ഞാൻ, മനസ്സിലായ? അത് ഇങ്ങനെ കൊണ്ട് നിർത്താൻ അറിയാമെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം. നീയൊക്കെ അവിടെ പോയി അവന്മാരുടെ അടുത്ത് ഇരുന്ന് കരഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് വന്ന് കരയണ്ട. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഈ പണ്ട് തൊട്ടേ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാടാ. ഫോർ എക്സാമ്പിൾ ഇപ്പം നോക്കിയാൽ മതി. പണ്ടത്തെ പ്ലേയേഴ്സിനെ എടുത്തോ. പണ്ടത്തെ പ്ലേയേഴ്സ് ആരെങ്കിലും ഒക്കെ എടുത്ത് ഓരോരോ പ്ലേയേഴ്സിനെ എടുത്തോ, അവരുടെ എല്ലാം ടാഗിൽ ഈ പറയണത് പോലെ അവരുടെ ഓരോ നെയിം ഉണ്ടാവും, അതല്ല. ആ സമയത്ത് ഒപ്പോണന്റ് TV ചെയ്യുക, ഈ സമയത്ത് ഒപ്പോണന്റ് TV ചെയ്യുക. പക്ഷെ ആ ഗ്യാങ്ങുകളിൽ നിന്ന് മനസ്സിലായി. ഈ ഒപ്പോണന്റ് ആയിട്ട് നിന്ന ഗ്യാങ്ങുകൾ ഇന്നില്ല. പക്ഷെ ഇപ്പോഴും അന്നും ഇന്നും ഒപ്പോണന്റ് ആയിട്ട് ഞങ്ങളുണ്ട് ഇവിടെ. മനസ്സിലായ? അതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. അതിൽ കൂടുതലൊന്നും നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റത്തില്ല. അതൊക്കെ പബ്ലിക് വെല്ലുവിളിയാണ്. ഞാൻ എന്താ ഇങ്ങനെ പറയും, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റൂല ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ. അത് നീയൊക്കെ വിചാരിക്കുന്ന രീതിയിൽ പറ്റില്ല. എടാ നേരെ വന്ന് 2 ഗ്യാങ് വാർ അടിച്ച് ജയിച്ചിട്ട് മറ്റേ വീഡിയോ ഇടുന്നതല്ല നീ പറയണ സാധനം. നിങ്ങളൊക്കെ പറയുന്ന സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇത്രയും നാള് നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സിനെ അടക്കം നമ്മൾ അവർക്കൊരു കരിയറും ഇതുമെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി കൊണ്ടുവന്നതാണ് ഞാൻ പറയണ കാര്യം. അല്ലാതെ നിന്റെയൊക്കെ പോലെ നീ മറ്റേ വാറുണ്ടാക്കിയിട്ട് സിനിമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ജയിച്ചു. KV 2 വട്ടം തല്ലിയപ്പോഴത്തേക്കിന് KV ഒക്കെ മുകളിലായെന്നാണ് അവരുടെ വിചാരം. എവിടെ നീയൊക്കെ? ആരൊക്കെ പോയാലും പോയില്ലെങ്കിലും അവർ ആ ഗ്യാങ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പേരാണ് ഈ ആഴ്ചത്തെ. ഒരു വാർ ജയിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനെ പറ്റി. അല്ല അത് അങ്ങനെ ആയി അങ്ങനെ ആയി. ഇപ്പം അതിന്റെ കൂടെ കൂട്ടുപിടിക്കാൻ മറ്റേ 5ാം ക്ലാസ്സിലെ പിള്ളേർ കഴിഞ്ഞ ആഴ്ച ഒരുത്തിനെ അച്ഛാന്ന് വിളിച്ചിട്ട് ഈ ആഴ്ച അടുത്ത ആളെ അച്ഛാന്ന് വിളിക്കുന്നത്. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ ബായി എന്ന് വിളിച്ചവനെ ഇന്ന് പോയി ഉണ്ണെന്ന് വിളിക്കുന്നത്. സത്യം കാണുന്ന കാര്യമാണ് ഇപ്പം. എടാ ഞാൻ ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയ ഗ്യാങ് പോലും ഒന്നില്ല, മനസ്സിലായോ? ഞാൻ അതിലും അവിടെ വരെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിൽ കൂടുതൽ നിന്നെ ഒന്നും കൊച്ചു പിള്ളേരെ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് വരും മറ്റേ ഞാൻ പറയാം, എൻ്റെ ഇൻബോക്സിൽ കാണണേ ഗൈസ്, എൻ്റെ ഇൻബോക്സിൽ മറ്റേ ഇങ്ങനെ മൂക്കിനകത്ത് ഇങ്ങനെ കൈയിട്ടത്, മുഖം കാണത്തില്ല, ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ കൈയിട്ട് മേലോട്ട് ഇങ്ങനെ വെക്കുന്നത്, പിന്നെ ഇങ്ങനെ വെക്കുന്നത് എല്ലാം ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ പിന്നെ ഇതായി പോകട്ടാ. ഇങ്ങനത്തെമാരൊക്കെ വരുന്നത് എല്ലാം ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇവന്മാരെ വന്നിട്ട് പറയുള്ളൂ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതാ കാണണേ. കാണുമ്പോ തന്നെ ചിരി വരും. ഞാൻ ഇന്നലെ അസൻസിയുടെ കാര്യം ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പം ഐ നീഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എടുത്തു നോക്കിയപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കൻ, അവൻ ഏതോ ബൈക്കിന്റെ മണ്ടേ കയറാൻ വേണ്ടി സ്റ്റൂൾ എടുത്ത് ബൈക്കിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. അവന് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടില്ലേ, സ്റ്റോറി ഇട്ടത് ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, എനിക്കൊരു പയ്യൻ കൊണ്ടുവന്നിട്ട് ഈ പറയണത് പോലെ ഷെയ്ക്കിന്റെ ഗ്രൂപ്പില് ഒരു പയ്യൻ വന്നിട്ട് ഞാനേ ഈ ഈഗിളിന്റെ DME പോയിട്ട് ഞാൻ നല്ല വിളിക്കാൻ പോവാ. അവന്റെ ലൈവ് കാണുമ്പോ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരും, ഇവനെ കാണുമ്പോ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി വിട്ടു കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ചുമ്മാ അന്നേരം ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പം ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോ 2 വട്ടം വിളിച്ചപ്പം ഇവൻ കട്ടാക്കിയപ്പം ഇവൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുവാ, പ്രൂഫ് കാണിക്കാനോ? കാണിക്കാം. പിന്നെന്താ ഈ പ്രൂഫ് എന്ന് ചോദിക്കുന്ന ആരാന്ന് അറിയാലോ നിങ്ങക്ക്. ബാങ്ക് ബാലൻസ് തൊട്ട് മറ്റേ വീട്ടിലെ എല്ലാം. നിന്റെയൊക്കെ മെസ്സേജ് കണ്ടറിയാം നീയൊക്കെ എവിടുന്നാ വരുന്നതെന്ന്. ബാങ്ക് ബാലൻസ് കാണിക്കണം, വീട്ടിൽ ഇത് മേടിച്ച ഷഡ്ഡി അലക്കിയിട്ടുണ്ടോ, ഷഡ്ഡി അലക്കുന്നത് കാണിക്കണം. അങ്ങനത്തെ അവന്മാരാണ് നീ, മനസ്സിലായ? അങ്ങനത്തെ കുറച്ച് അവന്മാരാണ് നീ.
നിന്നെയൊക്കെ ഇത് ഞാൻ വോയിസ് കേൾപ്പിച്ചു തരാം. ഇവൻ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. അവന്റെ എനിക്ക് കോളിലുണ്ട്. ഞാൻ 2 വട്ടം വിളിച്ചിട്ടും എടുത്തില്ല കേട്ടാ. ഉണ്ണി അഭിജിത്തോ? ഇതല്ലല്ലോ. റൊണാൾഡോയുടെ ഒരു DP ആയിട്ടിരിക്കുന്നത്, അങ്ങേറെ പേരൂടെ കളയാനായിട്ട്. ഞാനത് സ്റ്റോറി ഇട്ടില്ലായിരുന്നോടാ ഞാനത്. ചെറിയ ഭാഗമായിട്ടായിരുന്നു. അതിൽ ഞാൻ ക്രോപ്പ് ചെയ്ത നമ്പർ നോക്കട്ടെ ഏതാണെന്ന്. ചേടാ ഇത് എവിടെ റീ? സോറി അണ്ണ. അങ്ങനെയല്ല ശാസ്ത്രക്കും ഇങ്ങനെയാ പറയുന്നത്. അതെ ചാറ്റില് വേണം. ഒരു സെക്കൻഡ്. എൻ്റെ അതിനകത്ത് കുറെ ചാറ്റ് കിടപ്പുണ്ട്. ഇല്ല, ഇത് ഞാൻ കാണിച്ചിട്ടേ പോകത്തുള്ള. ഒരു സെക്കൻഡ്, ഒന്ന് വെയിറ്റ്. ഇത് കാണിച്ചിട്ടേ പോകത്തുള്ള ഞാൻ. ഇത് കേൾക്കാതെ നോക്കണേ. വെയിറ്റ്. ഞാൻ ഇതിന്റെ സപ്രഷൻ ഓഫ് ചെയ്യട്ടെ. എന്റെ അമ്മോ, ഇജാതി കുറെ പയ്യന്മാരുണ്ടേ. സോറി ചെറുങ്ങനെ കേൾക്കുന്നുണ്ടോ? സോറി ഞാൻ ചെയ്യില്ല. ഇവന്റെ ഓഡിയോ കേൾക്കണോ നിങ്ങക്ക്? എന്തായാലും ദാമു ബേബി വരില്ല. അതെന്തോ ഈകളെന്തോ വള്ളടിച്ച് പറഞ്ഞായിരിക്കും. 2 എണ്ണം കുടിച്ചിട്ട് വന്ന് പറഞ്ഞായിരിക്കും. അല്ലാതെ എന്ത് ദാമു ബേബി ഒന്നും വരില്ല. അപ്പൊ നോക്കി പറഞ്ഞില്ലേ ദാമു ബേബി എന്താ പീസൊക്കെ വിറ്റെന്ന്. എന്തായാലും ദാമു ബേബി വരില്ല. ഞാൻ വെള്ളം അടിച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞതാണെന്ന്. എടാ, ഇവന്മാരുടെ പിള്ളേർ പോലും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് ദാമു പി വരില്ല എന്ന്. മനസ്സിലായ? ദാമു പി വരില്ല. ഇവരെ അങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാമു വരത്തില്ല. എടാ, ദാമുവിനോട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ദാമു ഈ പറഞ്ഞ പോലെ ദാമുവാണ് ഇവന്മാരെല്ലാം വലിച്ചിറക്കിയതും ഇതാക്കിയതും എല്ലാം. അത് മനസ്സിലാക്കാനുള്ള ഇതാര് ഇവിടെ വലിയ പ്രശ്നങ്ങൾ സ്നൈപ്പ് എല്ലാരും ഉണ്ടല്ലോ. സ്നൈപ്പ് അതെന്താടാ ഒരു പൊട്ടുന്ന കുപ്പിയുടെ ശബ്ദം കേട്ടേ? അത് വെള്ളം എന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളു കുറച്ച് പിന്നെ. ഇവിടെ സ്നൈപ്പ്, ബോബ്, ആഷ്, വേറെ ആരെല്ലോ? ഇതാരും കെവിനാ? എടേ, നീ ജീവനോടുണ്ടോ? നീ ഞാനിങ്ങനെ വെള്ളോടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ഇതിനകത്തോട്ട് വന്നത്. ഇല്ല, എനിക്ക് പനിയാണ്, എനിക്ക് വയ്യായിരിക്കും. അപ്പൊ പറയാ വെള്ളം അടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞതാണ്. അന്നേരം ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഇതൊന്നും ഉപയോഗിക്കാറില്ല കേസ്. ഇതൊന്നും ഉപയോഗിക്കാത്ത ഇതൊന്നുമല്ല. ഞാൻ സർക്കാർ സ്ഥാപനത്തിൽ പോയി നേരെ നല്ല ബിവറേജിൽ പോയി ക്യൂന്ന് സാധനം മേടിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റേ പകൽമാന്യം കളിക്കാറില്ല ഞാൻ. പക്ഷെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വന്ന് ലൈവ് ഇടേണ്ട ആവശ്യം എനിക്ക് ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ലൈവ് ഇടുക എന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ജോലി പോലെയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. മനസ്സിലായ? ഡിസ്ക്ലൈമർ. ഇതൊന്നും വാങ്ങിച്ചുപയോഗിക്കുന്നത് ശരീരത്തിന് മദ്യം വിഷമാണ്, കുടിക്കരുത്. അപ്പൊ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അതായത് ഇവർ ഈ ലൈവ് വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കും. അതായത് മോനെ ഇതും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അവൻ കംപ്ലീറ്റ്ലി പറഞ്ഞത് തെറ്റാ, ദാമു എന്ന് പറയുന്ന ഒരാളെ വരുന്നില്ല, ഇതൊക്കെ ചുമ്മാതാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ. അതെ, അത് തന്നെ ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. അത് ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. ഓക്കെ, അപ്പൊ ഇവരിങ്ങനെ ഇത് വന്ന് പറഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പിള്ളേർ ഇത് കേട്ടിട്ടുണ്ടല്ലോടാ. ഈ പിള്ളേർ ഇത് കേട്ടിട്ട് ഇവർ ഭയങ്കര കൊച്ചു പിള്ളേരാ.
അതായത് എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ എൻ്റെ അത് കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഓഡിയൻസ് ഉള്ളതിൽ മജോറിറ്റി അല്ല അവർ, മൈനോറിറ്റിയാണ് അവർ. ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബിൻ്റെ ഇതിലും അതിൻ്റെ സ്റ്റാറ്റസും എല്ലാം ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്, ഇതാക്കിയിട്ടുള്ളതാണ്. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം, ഇതിന് കൂടുതലും പിള്ളേരായതുകൊണ്ട് ഈ പിള്ളേർ ഇത് കേട്ട് ഇൻഫ്ലുവൻസർ ആയിട്ട് നേരെ വൈകുന്നേരം ആകുമ്പോൾ ഈ പറയണത് പോലെ ഇവന്മാരുടെ മൈൻഡ് തോട്ട് എന്ന് പറഞ്ഞാൽ നേരെ വന്ന് തള്ളക്കി വിളിക്കണം, തന്തയ്ക്ക് വിളിക്കണം, എൻ്റെ മെസ്സേജ് ഫേക്ക് അക്കൗണ്ടിൽ ഇടണം. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് നേരെ വന്നിട്ട് BP എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് പറയാൻ പറ്റും? ഇത് കുറെ നാളായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൂപ്പായിട്ട് വന്നോണ്ടിരിക്കുക, മനസ്സിലായേ? അപ്പൊ കേൾക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. നീയൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇതിലെല്ലാത്തിലും ഞാൻ ഇതിന് കൊല്ലവട്ടം പറയണ കാര്യമാണ്, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുമ്പം ഈ കോൺട്രവേഴ്സി ലൈവ് ഇടുന്നവന്മാർക്കൊക്കെ ഈ പറയണ പോലെ നല്ല റവന്യൂ എനിക്കും കിട്ടും, അവനും കിട്ടും, അവനും കിട്ടും, മനസ്സിലായേ? പക്ഷെ ഇതിനു വേണ്ടി സമയം പാഴാക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? എടാ ഗെയിമിന്റെ കാര്യം അതൊക്കെ സിറ്റിക്കകത്ത് ഞങ്ങൾ അടിച്ചോ തല്ലിയോ തീർത്തോളാം. ഇതിന്റെ പുറകിൽ എടാ എനിക്ക് വെളുപ്പിന് 3 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഈ കൊച്ചു ഫുണ്ടകളുടെ മെസ്സേജ് വരുന്നേ. നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേടാ, നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേ, രാവിലെ എണ്ണീക്കണ്ടേ? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഓക്കെ, കൂടുതൽ ഞാൻ പറയാം, ഇരുന്ന് കിളത്തിയാകെ ഇരുന്ന് മറ്റേ വലിയ ഇതാക്കാൻ പറഞ്ഞ. പിന്നെ ഒരു കാര്യം ഇവിടെ ഇവിടെ ഇനി ഗ്യാങ് ആയിട്ടില്ല. ഓക്കെ, ഗ്യാങ് ആയിട്ടില്ല, അതുകൂടെ പറയുവാണ്. ഗ്യാങ് ആയാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഗ്യാങ് ആയാൽ ഞങ്ങൾ തല്ലാൻ വെച്ചിരിക്കുന്ന, ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഒരുത്തിനെ വെച്ചിട്ടുണ്ട്, അല്ലേ സ്നേഹിപ്പേ? 6-7 മാസമായിട്ട് ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ ഒരുത്തിനെ വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിരിക്കുകയാണ്. അവനെ ഗ്യാങ് ആവുന്നതിന്റെ അന്ന് TV-യില് 35 പേരുണ്ടെങ്കിൽ 35 പേരും കയറും, അടിക്കും, അവനെ കൊണ്ടുവരും, കക്കൂസ് കഴിപ്പിച്ച് തുടങ്ങിക്കോളൂ. അതായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗുറേഷൻ. അത് ഞാനായിരിക്കും ഒഫീഷ്യലി ചെയ്യാൻ പോണേ, ഉറപ്പാണ്. കോൺഫിഡൻസോടെ ഞാൻ പറയും, ഞാനായിരിക്കും അത് ചെയ്യാൻ പോണത്. ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്തിട്ടേ പോത്തുള്ളൂ. കയറുന്നതിന്റെ അന്ന് തന്നെ നമ്മൾ അത് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചിരിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാങ് ഇനാഗുറേഷൻ ചെയ്യാൻ പോണത്, മനസ്സിലായോ? അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ വന്ന ഒരുത്തിനെ പിടിച്ച് കോലീഡർ ആക്കേണ്ടി വരും. അതായത് ഗതികെട്ട് കോലീഡർ ആക്കിപ്പിക്കേണ്ടി വരും. അതിലും നാണക്കേടുണ്ടാവും ഒരു ഗ്യാങ്ങിന് നാണക്കേടുണ്ടാവും അതിലും വലിയ. അതായത് കുറച്ച് പ്ലേയേഴ്സിനെ ഗ്യാങ്ങി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് ഒരുത്തിനെ കളി നിർത്തിപ്പോയി ഒരുത്തിനെ തിരിച്ചുകൊണ്ട് കോലീഡർ ആക്കും. ആലോചിക്കാൻ പോലും ആയല്ലോ ആ ഗ്യാങ്ങിന്റെ ലെഗസി. അതിലും വലിയ നാണക്കേടില്ലല്ലേടാ, അതിലും വലിയ നാണക്കേടുണ്ടാവാൻ പോണില്ല. അപ്പം നമ്മളൊരു 6 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അവനെ ഹോസ്റ്റേജൊക്കെ. കാരണം സിറ്റി കയറില്ല, അവൻ ഇനി മറ്റേ ടർഫിന്റെ വാർച്ചാറ്റി മാത്രം കൊണയിട്ടിട്ട് പോകും. അപ്പൊ അവനെ നമ്മൾ പൊക്കും, അവനെ നമ്മൾ സിറ്റിക്കകത്ത് ഈ പറയണ പോലെ, ഇത് വെളിയിലത്തെ കാര്യം പോലെ ഉണ്ടോ, സിറ്റിക്കകത്ത് നമ്മൾ ഇതാക്കും, ഹോസ്റ്റേജ് എടുക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷൻ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കാണാം ഇതെവിടെ വരെ പോകുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇനി ഈ അമ്പി എന്ന് പറയണ ഒരുത്തിനെ ഞാൻ വിശ്വസിക്കുകയില്ല. ജീവിതത്തിൽ ഇനി കരഞ്ഞു പറഞ്ഞാലും കാല് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഒരു സംശയമില്ല ഇതില്. நீ நம்புன்னு சொல்லிட்டு ஆல் த பெஸ்ட் எல்லாம் அனுப்பிச்சிட்டாரு. കോച്ച് ഞാൻ വരെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ഞാൻ എല്ലാം ഇതാക്കിയിട്ട് പോയതല്ലേ കോച്ച്. എന്നിട്ട് പർച്ചേസിങ് പർച്ചേസ് എവിടെ തൊട്ട് തുടങ്ങിയ പർച്ചേസാ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 80 പേരെ പർച്ചേസ് ചെയ്ത്. ഈ 80 പേര് ഇല്ല, ഇപ്പൊ 80 പേര് പല 2 സൈഡായിട്ട് 2 ഗ്യാങ് ആയി. തള്ളക്കിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഈ അമ്പിക്കുട്ടന്മാരെ വിശ്വസിക്കുന്ന പരിപാടി ഞാൻ നിർത്തി ഗൈസ്. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇതായിരുന്നു TV-യുടെ സൈഡ്. TV ഇവിടെ ദുഃഖാചരണം ആചരിക്കുവാണെന്നൊക്കെ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അസൻസിയോ പോയതുകൊണ്ട് ഇവിടെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കറുത്തോടി കെട്ടി ഞാൻ മറ്റേ മിണ്ടാതിരിക്കുക കരഞ്ഞിരിക്കുവാണോ എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടായിരുന്നു. തെറ്റിദ്ധാരണയാണ്. ആൻഡ് ടിവിയില് ഒരു ഈ പറയണത് പോലത്തെ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയണത് പോലെ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. അത് ഞാൻ എൻ്റെ അടുത്ത ലൈവിലെ ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കഴിച്ച് എനിക്ക് കംപ്ലീറ്റ്ലി ഒരു റീസെറ്റ് വേണം. എൻ്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര വീക്കാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഊരി അഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഡ്രീമർ എന്നെ നന്നാക്കാൻ പോവാണെന്നാണ് ഡ്രീമർ പറഞ്ഞത്, അല്ലേ ഡ്രീമറെ?
അതെ ഞാൻ ഒളിയിൽ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത് ഡമ്പലൊക്കെ കൊടുത്ത്. ഞാൻ ഡ്രീമറാണ് എന്റെ ട്രെയിനർ. ഗൈസ് എനിക്കൊരു കുറച്ച് ദിവസം സമയം വേണം, സീരിയസ് ആയിട്ട് എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എന്താ ഞാനപ്പോൾ എനിക്ക് വീട്ടിൽ പോയി ഇപ്പം എടുത്ത PC എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഈ PC ഇതെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കണം. എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണടാ, ഞാൻ ഉറങ്ങാൻ പോകണടാ. എനിക്കിന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം, എനിക്ക് വയ്യ. ഇതാക്കത്തില്ല എടാ ഞാൻ പാരസെറ്റമോളാണ് ഇരിക്കണ. ഞാൻ തീർത്തോളാണ് പിന്നെ കാര്യം പറയാം. എടാ ഞാൻ നന്നാവുന്നല്ലടാ, ഡ്രീമർ നശിച്ചെന്നാണ് പറയണത് ഇവിടെ ആൾക്കാർ ചാറ്റില്. ചേട്ടാ 2 പീപ്പിൾസ് കിക്ക് പോയിന്റ് മിസ്ഡ്. അയ്യോ ആരുടെയൊക്കെ? എടാ കാണുന്നില്ലടാ ഇതിനകത്ത്, ആക്ടിവിറ്റി ഫീൽഡിൽ ഇല്ലടാ. എന്ത് ചെയ്യടാ അത് കാണിക്കാ. ഹൗ ഈസ് റാംബോ ബ്രോ? ഹെൽത്ത് ഓക്കെ അല്ല റാംബോ? ഇത് ഒത്തിരി വീക്ക് മുമ്പത്തെയാന്ന് തോന്നുന്നു. റാംബോ ബ്രോ ഹെൽത്ത് ഓക്കെ അല്ല, അതാണ് ഹെൽത്ത് സെറ്റ് ആക്കാനേടാ. മൊത്തത്തിൽ പോയിരിക്കുവാ ഞാനിപ്പോ എന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നാളെ അടുത്തത് അത് വെച്ചിട്ടാണ് തന്തയിലാഴി പറയാൻ പോണത്. മറ്റേ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ ക്യാൻസർ ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കളയും, മനസ്സിലായ? അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് അത് ഞാൻ എന്താ പറയണില്ല. അതുകൊണ്ട് അത് എനിക്ക് കുറച്ച് ഇത് വേണ്ടുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഇതും കെവിൻ അപ്ഡേറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഏതോ പെങ്കൊച്ചിന്റെ കൂടെ ഇവിടെ കറങ്ങി നടക്കണ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിച്ചായിരുന്നല്ലോ. കിട്ടാൻ വേണ്ടി പെണ്ണിന്റെ കൂടെ കറങ്ങണ? എന്താ കേട്ടില്ല. കുഞ്ഞമ്മയുടെ മോളെന്ന് അപ്പച്ചീന്റെ മോളായാലും അതെ. ഓയോ കഴക്കൂട്ടം. നാളെ എന്റെ അപ്പച്ചിയുടെ മോക്കൊരു PSC എക്സാം ഉണ്ട്. ജസ്റ്റ് ഫ്രഷപ്പ്. ഇവരെല്ലാം ഉണ്ടായിരുന്നു. ലുലു മോളി വെച്ചത് ഇത് ഇത്ര നാൾ എറണാകുളത്തായിട്ട് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. എടാ ഇവൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് ഉണ്ടടാ, അവിടെ കറണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ ഇവിടുന്ന് മാറും, അതല്ലേ? ഞാനും പോയി ഇന്നലെ വെളുപ്പിന്. നിങ്ങൾ റൂം കഴിഞ്ഞാ? എടാ എന്റെ റൂമിന് എന്റെ ഈ വീട് എനിക്ക് ഇനി 1.5 മാസം 2 മാസം എന്റെ വില്യാണത്. അല്ല നീ തിരുവനന്തപുരത്ത് പോകാൻ വീട്ടിലോട്ട് പോവാ. അപ്പൊ അത് സ്ഥിരതാമസമായത്.